സിപിഎമ്മും ലീഗും ഒന്നിച്ചു ഭരിച്ച സപ്തകക്ഷി മുന്നണി ഭരണകാലം ഓർമ്മിപ്പിച്ച് പിണറായി വിജയൻ. ലീഗിനെ ഇടതുമുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കം എന്ന അഭ്യൂഹം സിപിഐ തള്ളിയതിന് പിന്നാലെയാണ് പിണറായിയുടെ ഓർമ്മപ്പെടുത്തൽ. ഇഎംഎസിന്റെ നേതൃത്വത്തിലെ സപ്തകക്ഷി മുന്നണിയിൽ സിപിഎമ്മും സിപിഐയും ലീഗും ഒന്നിച്ചാണ് ഭരിച്ചത്. അന്ന് മറുചേരിയിൽ ആയിരുന്ന കോൺഗ്രസിനെ ഉന്നമിട്ട് അന്ന് അതിനെ അധിക്ഷേപിച്ച ചിലർ ഉണ്ടായിരുന്നു എന്നും ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് നടന്ന ദേശാഭിമാനി പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. ലീഗ് MLA പി ഉബൈദുള്ളയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. ആയിരത്തി 1967 EMS മന്ത്രിസഭ ഈ പിന്നോക്ക ദേശത്തിന്റെ സമുദ്ധാരണത്തിനും വികസനത്തിനുമായി മലപ്പുറം ജില്ല പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ കൊച്ചു പാകിസ്ഥാൻ കേരളത്തിൽ രൂപീകൃതമായിരിക്കുന്നുവെന്നാണ് RSS ആക്ഷേപിച്ചത്. RSS മാത്രമല്ല, അന്ന് ആ ആക്ഷേപം ഉയർത്തിയത് എന്നതും ചരിത്ര വസ്തുതയാണ്. ആ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം. ഇപ്പോഴുള്ള പ്രത്യേക കാരണങ്ങളാൽ ആ വസ്തുത അതേ രീതിയിൽ പറയാൻ അന്ന് ആക്ഷേപം ഉന്നയിച്ചവർക്ക് കഴിയില്ല എന്നതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ലീഗിന്റെ LDF പ്രവേശന സാധ്യത CPI മന്ത്രി K രാജൻ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അത്തരം ഒരു ചർച്ചയും മുന്നണിയിൽ ഇല്ല എന്നും രാജൻ ന്യൂസ് 18 Q18 അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു മുന്നണി വിപുലീകരണത്തിനുള്ള ചിന്തകളോ അത്തരം സാധ്യതകളോ മുന്നണി കാണുന്നുണ്ടോ? ഒരു LDF അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് മറ്റോ കടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു ചർച്ചയിലേക്കും പോയിട്ടില്ല. മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കണം, അത് ഘടകകക്ഷികളെ കൂട്ടിക്കൊണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിച്ചു. ലീഗിന് പരോക്ഷമായിട്ടുമൊക്കെ ഒരു ക്ഷണിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ രീതിയിലുള്ള ഒരു ചിന്തകളോ സാധ്യതകളോ എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധ്യതയും ഇപ്പോൾ ഇല്ല. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടുമില്ല. പരിപാടിക്ക് പ്രസംഗിക്കാൻ വിളിച്ചാൽ വന്നാൽ മൈക്കിൽ നല്ല പ്രസംഗിച്ച് പോകാം. മുന്നണിയിലേക്ക് വിളിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും. അങ്ങനെ ഒരു ആലോചന ഇപ്പോൾ മുന്നണിയിൽ നടന്നിട്ടില്ല. ലീഗിനെ വിളിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയും മുന്നണിയിൽ നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ വീണ്ടും 16-ാം തീയതി ഞങ്ങൾ കൂടാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതുവരെയുള്ള ഒരു യോഗത്തിലും ആരെങ്കിലും അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടില്ല, അങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല. അങ്ങനെ പ്രപ്പോസൽ വരുന്ന കാലത്ത് നമുക്ക് അപ്പോൾ അഭിപ്രായം പറയാം. ഇപ്പോൾ അങ്ങനെ ഒരു അജണ്ടയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുമ്പിലില്ല. വിശിഷ്ട CPI അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടുമില്ല. ഇപ്പോൾ UDFിൽ നിന്ന് പോകാൻ കാരണമില്ലെന്നും എന്നാൽ നാളത്തെ കാര്യം പറയാനാവില്ലെന്നും കഴിഞ്ഞ ദിവസം PMA സലാം പ്രതികരിച്ചിരുന്നു. ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു ലീഗ് ജനറൽ സെക്രട്ടറി. ഇപ്പോൾ താങ്കളുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകൾ വായിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിലൊക്കെ കൂടുതലായിട്ടും വരുന്ന ഒരു കാര്യം, താങ്കളെ മുഷിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, അതിൽ വരുന്ന കാര്യം PMA സലാമിന് LDFുമായിട്ട് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് CPMുമായിട്ട് വല്ല പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് പതുക്കെ പതുക്കെ മുസ്ലിം ലീഗിനെ LDF പാളയത്തിൽ എത്തിക്കുവാനുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ PMA സലാമിനെ അവതരിപ്പിച്ച് കാണുന്നുണ്ട്. അത് താങ്കളെ വിഷമിപ്പിക്കുന്നുണ്ടോ? അല്ല, LDFിൽ നിന്ന് പോകുന്ന ആളാണല്ലോ ഞാൻ. അതെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, അത് തന്നെയാണ് ചോദ്യം. മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനം അറിയുന്ന ഒരു മനുഷ്യനോട് പറയില്ല. ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മുസ്ലിം ലീഗിനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പാർട്ടി മൊത്തത്തിലെടുക്കുന്ന തീരുമാനം എന്താണോ അതിൻ്റെ കൂടെ ഉണ്ടാവും. ആ പാർട്ടിയിൽ ആ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവനവൻ്റെ അഭിപ്രായം പറയും. ഇപ്പോൾ ഞങ്ങൾ UDFിൽ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് UDFിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും നഷ്ടപ്പെട്ട അധികാരങ്ങൾ തിരിച്ചെടുക്കാനും കേരളത്തിലെ ജനതയെ ഇന്നത്തെ ദുർഭരണത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇപ്പോൾ എന്നുള്ളൊരു വാക്ക് താങ്കൾ ഉപയോഗിച്ചു. അതല്ലേ പറയാൻ പറ്റുമോ? കാലാകാലവും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ഇതുവരെ ഞാൻ താങ്കൾക്ക് അമിതമായ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു. ഇവിടെ താങ്കൾ ഈ കാലാകാലങ്ങളിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും UDF ഉണ്ടാവുകയില്ല എന്നൊരു സൂചനയല്ലേ അത്? ഉണ്ടാവും എന്ന് വെക്കാനോ? ഉണ്ടായേക്കാം. ഒക്കെ ഇപ്പോൾ നാളെ CPM-ഉം BJP തമ്മിൽ സഖ്യമാണ്, ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരില്ലേ? കോൺഗ്രസും BJP തമ്മിൽ സഖ്യമാണ്, ഞങ്ങൾക്ക് മാറേണ്ടി വരില്ലേ? ഒരു കാരണം നോക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. അല്ല, കാരണം ഉണ്ടായാൽ അതിൽ ലീഗ് പ്രതികരിക്കും. ഇപ്പോൾ ഒരു കാരണവുമില്ല, ഇതുവരെ ഒരു കാരണം. ഞങ്ങളെ പ്രസിഡന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പോകാതിരിക്കാൻ 1000 കാരണങ്ങളുണ്ട്, മുന്നണി മാറാതിരിക്കാൻ. പോകാൻ കാരണമായിട്ടില്ല. ഞങ്ങളെ പ്രസിഡന്റ് തന്നെ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണല്ലോ ഞങ്ങളെ പാർട്ടിയിലെ അവസാനത്തെ അഭിപ്രായം.